നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ബിജെപിക്കെതിരെ കൊണ്ടാടിയ രോഹിത് വെൺമൂല ആത്മഹത്യാ കേസ് ഒടുവിൽ അവസാനിപ്പിച്ച് തെലങ്കാന പോലീസ്. രോഹിത് വെൺമൂല യഥാർത്ഥത്തിൽ ദളിതനല്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയതോടെയാണ് കുറ്റാരോപിതരായ മുഴുവൻ പേർക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് തെലങ്കാന പോലീസ് കേസ് അവസാനിപ്പിച്ചത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയായിരുന്നു രോഹിത് വെൺമൂല. 2016 ജനുവരി 17 ജാതി അതിക്രമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന ആരോപണം ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. എന്നാൽ രോഹിത് പട്ടികജാതിക്കാരനല്ലെന്നും യഥാർത്ഥ ജാതി കണ്ടെത്തുമെന്ന ഭയത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് ക്ലോഷർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. താൻ പട്ടികജാതിക്കാരനല്ല എന്ന് രോഹിത്തിന് അറിയാമായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. താൻ പട്ടികജാതിക്കാരനല്ലെന്നും തന്റെ പട്ടികജാതി സർട്ടിഫിക്കറ്റ് തന്റെ അമ്മ സംഘടിപ്പിച്ചതാണെന്നും മരിച്ചയാൾക്ക് തന്നെ അറിയാമായിരുന്നു. ഇത് തുറന്നു കാട്ടപ്പെടുന്നത് വർഷങ്ങളായി അദ്ദേഹം സമ്പാദിച്ച അക്കാഡമിക് ബിരുദങ്ങൾ നഷ്ടമാകുമെന്നും പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ നിർബന്ധിതനാകുമെന്നും അദ്ദേഹം സ്ഥിരമായി ഭയന്നിരിക്കണം. ഇതായിരിക്കാം രോഹിത് വെൺമൂലയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാന കാരണം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. 2015 മുതൽ രോഹിത്തിന് നൽകി വന്ന ആനുകൂല്യങ്ങൾ സർവകലാശാല നിർത്തലാക്കിയിരുന്നു. ഇതുകൂടാതെ മറ്റു തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് രോഹിത് ഭയന്നിരിക്കണം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രോഹിത് വെൺമൂല ദളിതനല്ലെന്ന് നേരത്തെ തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാർ തുറന്നു പറഞ്ഞിരുന്നു. രോഹിത് വഡേര എന്ന OBC വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും ദളിതനല്ലെന്നും ആന്ധ്ര സർക്കാർ ഈ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രോഹിത്തിന്റെ അമ്മ അവർ ദളിതരാണ് എന്ന വാദത്തിൽ ഉറച്ചുനിന്നു. കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു ദളിത് കുടുംബത്തിലാണ് താൻ ജനിച്ചതെന്നും പിന്നീട് ഒരു OBC കുടുംബം തന്നെ ദത്തെടുക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. തനിക്ക് ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെ അറിയില്ലായിരുന്നുവെന്നും പിന്നീട് ഒരു OBC കുടുംബത്തിൽ നിന്ന് തന്നെ താൻ വിവാഹം കഴിച്ചുവെന്നും അവർ പറഞ്ഞു. എന്നാൽ മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവരെ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. രോഹിത് വെൺമൂലയുടെ അമ്മയോട് DNA ടെസ്റ്റ് നടത്തി ജാതി നിർണ്ണയിക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നുവെന്നും എന്നാൽ അവർ അതിന്മേൽ ഒന്നും പ്രതികരിക്കാതെ മൗനമായി ഇരിക്കുകയായിരുന്നുവെന്നും ക്ലോഷർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ ജൈവികമായ മാതാപിതാക്കൾ ആണ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് DNA ടെസ്റ്റ് നടത്താമോ എന്ന ചോദ്യത്തിനാണ് രോഹിത് വെൺമൂലയുടെ അമ്മ മൗനം പാലിച്ചത്. തുടർന്നാണ് രോഹിത് വെൺമൂല ഒരു തരത്തിലും പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തി അല്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഇതോടുകൂടി ഇടതുപക്ഷവും കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും ബിജെപിക്കെതിരെ കൊണ്ടാടിയ മറ്റൊരു കള്ളക്കഥ കൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.